മണിപ്പൂരിൽ വീണ്ടും സംഘർഷം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. മെയ്തേയ് വിഭാഗവും കുക്കി വിഭാഗങ്ങളും തമ്മിലുള്ള വംശീയ സംഘർഷത്തിൽ ഇപ്പോൾ നിരവധി ജീവനുകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആളിക്കത്തുകയാണ് മണിപ്പൂർ ഇപ്പോൾ. ഇന്നലെ കാങ്പോയിലുണ്ടായ വെടിവെപ്പിൽ 2 പേർ കൊല്ലപ്പെട്ടതോടെയാണ് വീണ്ടും സംസ്ഥാനത്ത് സംഘർഷം രൂക്ഷമായിരിക്കുന്നത്. ഇംഫാൽ നഗരത്തിൽ മൃതദേഹങ്ങളുമായി പ്രതിഷേധ പ്രകടനം നടത്തിയ മെയ്തേയ് വിഭാഗക്കാർ പോലീസുമായി ഏറ്റുമുട്ടുകയും ചെയ്തിരുന്നു. ഇതോടെ ഇംഫാലിൽ BJP ഓഫീസിന് മുന്നിൽ തടിച്ചുകൂടിയ ജനങ്ങളെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർ വാതകം ജനങ്ങൾക്ക് നേരെ പ്രയോഗിച്ചു. നിലവിലെ സ്ഥിതിഗതികൾ തുടരുകയാണെങ്കിൽ കടുത്ത നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുവാനുള്ള സാധ്യത ഇപ്പോൾ കൂടിയിരിക്കുകയാണ്. മണിപ്പൂരിൽ സംഘർഷം അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുന്ന ഈയൊരു സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെ മണിപ്പൂരിലെത്തിയത്. എന്നാൽ കലാപം തുടരുന്ന മണിപ്പൂരിലെത്തിയ രാഹുൽ ഗാന്ധിയെ മണിപ്പൂർ പോലീസ് ചുരാചന്ദ്പൂരിലേക്ക് റോഡ് മാർഗം യാത്ര ചെയ്യുന്നതിനിടെ വഴിയിൽ തടഞ്ഞിരുന്നു. ചുരാചന്ദ്പൂരിന് 33 കിലോമീറ്റർ അകലെ വെച്ചാണ് രാഹുലിനെയും സംഘത്തെയും പോലീസ് തടഞ്ഞത്. ഇതോടെ മെയ്തേയ് വിഭാഗങ്ങളിലെ അമ്മമാർ രംഗത്തെത്തുകയും റോഡിൽ തടഞ്ഞു നിർത്തിയിരുന്ന രാഹുലിന്റെ വാഹനം കടത്തിവിടണമെന്ന ആവശ്യവുമായി പോലീസുമായി ഏറ്റുമുട്ടുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്ന് രാഹുൽ ഇന്നലെ പോകുവാൻ അനുമതി ലഭിക്കാത്ത മെയ്തേയ് വിഭാഗങ്ങളുടെ വിഷ്ണുപൂരിലെ 2 ക്യാമ്പുകൾ സന്ദർശിക്കും. നാഗ ഉൾപ്പെടെയുള്ള 17 പൗരസമൂഹവുമായും രാഹുൽ കൂടിക്കാഴ്ചയും നടത്തും. എന്നാൽ സംഘർഷ സാഹചര്യവും സുരക്ഷാ വെല്ലുവിളികളും ചൂണ്ടിക്കാട്ടി ഈ മേഖലകളിലേക്ക് പോകുന്നതിൽ നിന്ന് ഇന്നും രാഹുൽ ഗാന്ധിയെ പോലീസ് വിലക്കിയിരിക്കുകയാണ്. റോഡ് മാർഗം പോകുവാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത്. എന്നാൽ കലാപം രൂക്ഷമായിരിക്കുന്നതിനാലും റോഡുകളിൽ സുരക്ഷാ പ്രശ്നം നിലനിൽക്കുന്നതിനാലും വ്യോമമാർഗം പോകണമെന്നാണ് പോലീസിന്റെ നിലപാട്. എന്നാൽ യാത്ര മാറ്റില്ലെന്ന നിലപാടിലാണ് കോൺഗ്രസ് ഉള്ളത്. 2 മാസമായി കലാപം തുടരുന്ന മണിപ്പൂരിൽ സന്ദർശനം നടത്തുന്ന ആദ്യത്തെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി. കലാപം രൂക്ഷമായിട്ട് ഇത്ര നാളായെങ്കിലും പ്രധാനമന്ത്രി ഉൾപ്പെടെ മണിപ്പൂരിനെ കുറിച്ച് മൗനം തുടരുന്ന സാഹചര്യത്തിൽ രാഹുലിന്റെ മണിപ്പൂർ സന്ദർശനത്തിന് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. രാഹുൽ സമാധാനത്തിന്റെ മിശിഹിയല്ലെന്നും രാഷ്ട്രീയ അജണ്ടയുമായാണ് മണിപ്പൂരിൽ എത്തിയതെന്നും BJP ആരോപിക്കുന്നുമുണ്ട്. എന്നാൽ പോലീസ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടും വലിയ ആരോപണങ്ങൾ തുറന്നു വരുന്ന സാഹചര്യത്തിലും യാത്രയിൽ നിന്നും പിന്നോട്ടില്ലെന്ന നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ്.